ദാ ഈ ഒരു അയല വെച്ച് വയറ് നിറയെ ലാവിഷായിട്ട് വീട്ടിലുള്ളവർക്ക് കഴിക്കാനും വേണമെങ്കിൽ കുറച്ച് അയലത്തുകാർക്ക് കൊടുക്കാനും പറ്റിയ ഒരു ഐറ്റം ഉണ്ടാക്കിയാലോ. അപ്പോൾ കഴുകി വൃത്തിയാക്കി ഒരു അയല ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് 1/2 ടീസ്പൂൺ വീതം മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് 1/4 കപ്പ് വെള്ളവും ഒഴിച്ച് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് വേവിക്കാനായിട്ട് വെക്കാം. ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് മറിച്ചിട്ട് കൊടുത്ത് വീണ്ടും മൂടി വെച്ച് ആ മറു സൈഡും കൂടെ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്ത് ചട്ടിയിൽ നിന്ന് ഈ മീനൊന്ന് കോരി മാറ്റി മീനിലെ മുള്ളെല്ലാം ദാ ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചോ അതല്ലെങ്കിൽ കൈ വെച്ചോ ഒക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അങ്ങനെ ഞാനിവിടെ മീനിലെ മുള്ളെല്ലാം ദാ അതുപോലെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ചട്ടിയിലേക്ക് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാവുമ്പോൾ 1 ടീസ്പൂൺ വീതം ഉലുവായും കടുകും ഇട്ട് കൊടുത്ത് ഇതൊന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, അരിഞ്ഞെടുത്ത് 5-6 അല്ലി വെളുത്തുള്ളി, 2ആയി മുറിച്ച 3-4 വറ്റൽമുളകും ഇട്ട് കൊടുത്ത് ഇനി ഇതെല്ലാം ഇളക്കി മൂപ്പിച്ച് ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു മുറി തേങ്ങ ചിരവിയതും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചെറുതായി അരിഞ്ഞ 8-10 ചെറിയുള്ളിയും ചേർത്ത് ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഇളക്കി മൂപ്പിച്ച് വേവിച്ച് വെച്ച അയലയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വാളംപുളി പേസ്റ്റും ചേർത്ത് ഇനി ഇതെല്ലാം മീനിലേക്ക് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ ഒരയല വെച്ച് ഒരുപാട് പേർക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി അയല തോരൻ റെഡി. അപ്പോൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ പോകുന്നതിന് മുന്നേ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.